ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വ്ളോഗാണ്. പുതിയ വ്ളോഗല്ല, ബാംഗ്ലൂർ വ്ളോഗാണ്. ഞങ്ങൾ ബാംഗ്ലൂർ 2 ദിവസമായി വന്നിട്ട്. എൻ്റെ അമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും ഓഫീസിൽ പോയി, സ്കൂളിൽ പോയി. അപ്പോൾ വരുമ്പോഴേക്കും ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കായ വെച്ചിട്ട് ബജ്ജി ആണ് കേട്ടോ ഉണ്ടാക്കണേ. ഇതിന് നമ്മുടെ ഇവിടെ പറയാ വണ്ണങ്കായ എന്ന് പറയും. അപ്പൊ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം എന്താ പറയാ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലി മാവ് കേട്ടോ. അതൊരു 3 സ്പൂണ് വരുന്നുണ്ട്. ഇഡ്ഡലി മാവ് എന്തിനാ ഒഴിക്കുന്നത്? നമുക്ക് ഒരു എന്താ പറയുക, കുറച്ചിങ്ങനെ പൊന്തി വരില്ലേ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ പകരം അതിന്. പിന്നെ കുറച്ച് കായം കുറച്ച് വേണം, അതിൻ്റെ ഒരു സ്വാദ്. ഇനി നമുക്കൊന്ന് വെള്ളത്തിൽ കലക്കാം. അപ്പോൾ അത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഈ ഒരു ഇതിലാണ് ഉണ്ടാക്കേണ്ടത്. ഇത്ര കട്ടി വേണം, കുറച്ച് അധികം വെള്ളമാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇതിൽ പിടിക്കില്ല. ഞാൻ കുറച്ച് തോല് ചെത്തുന്നുണ്ട്, കുറച്ചിട്ടോ, അധികമില്ല. ഇത് വളരെ സ്ലൈസായിട്ട് മുറിക്കണേ. തോല് ഫുൾ എടുക്കണ്ടല്ലേ? ഞാൻ ഫുൾ എടുക്കാൻ പാടില്ല. ഇത്ര നീളം മതിയോ? ഓ, ഇത് 2ആക്കി മുറിച്ചതാണ് ഞാനൊരു കായേനെ. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ പാടിയത്. ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള കാര്യം നല്ല എന്താ കട്ടിയായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. പിന്നെ നന്നായി ചൂടാവട്ടെ. അതിൻ്റെ മുന്നേ നമുക്കിതൊന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കാം. നന്നായി ചൂടായിട്ടോ. ഇനി ഇതൊക്കെ എടുത്തേ. ഒന്ന് സിമ്മിൽ വെക്കണേ. ഇനി ഇതൊന്ന് തിരിച്ചെടുത്ത് കേട്ടോ. അതെന്താ ഇപ്പം തന്നെ ഇത് നന്നായി പൊള്ളിച്ചു. അതായത് മാവ് കുറച്ച് പാർന്നിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഗുണം. നമ്മൾ ഈ സോഡ അപ്പക്കാരിടില്ലേ, അതിന് പകരം ആണിത്. എന്താ കായ ബജ്ജി ഒരു ട്രിപ്പ് എടുത്തു കേട്ടോ. ഓ പുറത്തേക്ക് പോവാം. ഇപ്പൊ കായ ബജ്ജി റെഡി ആയിട്ടോ. ഇനി ചായ ഉണ്ടാക്കട്ടെ. ഇന്നും ഞാനൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി. അപ്പോൾ ചായക്ക് കുറച്ചൊരു എരിവുള്ള പലഹാരങ്ങൾ കഴിക്കാവുമല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നലെ ഞാൻ കായ ബജ്ജി ഉണ്ടാക്കി. ഇന്ന് മുളക് ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് മുളക് ബജ്ജി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ മുളക് ബജ്ജി നമ്മൾ നീളത്തിൽ 2ആയിട്ടാണ് നോക്കുന്നത്. മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കായ ബജ്ജിയുടെ അതേ കൂട്ട് തന്നെ നമുക്ക് കടലമാവ് എടുക്കാം. ഒരു കപ്പ് കടലമാവ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, സെയിം മറ്റേ കായ ബജ്ജിയുടെ കൂട്ട് തന്നെ കേട്ടോ. പിന്നെ
കായം. ഈ കായം എന്താ വെച്ചാൽ നമ്മള് പൊടിക്കണ മാതിരത്തെ ഇതല്ല, ഇത് പൊടി മേടിക്കുമ്പോൾ അതിന് അത്രയ്ക്കൊരു മണമില്ല. പിന്നെ കൂട്ടുന്നത് നമ്മുടെ ഇഡ്ഡലിയുടെ മാവാണ്, ഒരു 3.5 സ്പൂണ് കൂട്ടുന്നുണ്ട്. നന്നായി ഇളക്കി കുറച്ച് വെള്ളത്തിൽ നമ്മൾ അധികം വെള്ളം ലൂസാക്കാനും പാടില്ല, അധികം കട്ടയാവാനും പാടില്ല. ആ ഒരു രൂപത്തിൽ നമുക്ക് ഇത് കലക്കിയെടുക്കണം. നമ്മുടെ കൂട്ട് റെഡി ആയി കഴിഞ്ഞു. കുറച്ചും കൂടി വെള്ളം പാരാം. ഇനി ഞാൻ കുറച്ച് പുളി ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് പുളിയാണ്, അതൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട്, കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ, ഒരു നുള്ള ഉപ്പിടുന്നുള്ളൂ. ഇനി നമുക്ക് ഈ മുളകിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എത്ര ആൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നല്ല സ്വാദ് കേട്ടോ. ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പുളി. ഇങ്ങനെ ഉണ്ടോ. ഇനി ഇത് വറുത്താൽ നല്ല ഒരു സ്വാദുണ്ടാവും. ഇനി ഇത് നമുക്ക് വറുക്കാം കേട്ടോ. അപ്പൊ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ മുളകെല്ലാം ഈ ബാറ്ററിൽ നന്നായി കോട്ട് ചെയ്യണേ. ഇതിപ്പോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അത് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. കോട്ടിങ് കുറച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പോരായ്മയൊക്കെ ഉണ്ട് കേട്ടോ അതില്. പക്ഷെ ഇതെന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും ധൈര്യമായിട്ട് കഴിക്കാം. എണ്ണ പലഹാരങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും നന്നായിട്ട് വീട്ടിൽ നമ്മൾ വെളിച്ചെണ്ണയിലും പിന്നെ നമ്മളെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അപ്പൊ ഈ മുളക് ബജ്ജി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഓഫീസൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഒരു ചായയുടെ കൂടെ, ഇപ്പൊ പ്രത്യേകിച്ച് ബാംഗ്ലൂര് ഒക്കെ നല്ല തണുപ്പാണ് ഇപ്പൊ. അപ്പോൾ അതിന്റെ നല്ല തണുപ്പ് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്ക് അത്ര തണുപ്പുണ്ടാവില്ല കേട്ടോ. എനിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഒരു ചൂട് ചായയുടെ കൂടെ അല്ലെങ്കിൽ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു 2 സ്നാക്സ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് കായ ബജ്ജി, ഒന്ന് മുളക് ബജ്ജി. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കായ ബജ്ജി ഇന്നലെ ഉണ്ടാക്കി. അതെ, ഇന്ന് മുളക് ബജ്ജി. 2 കൂടി ഒരു ദിവസം ഉണ്ടാക്കാമെന്നാ വിചാരിച്ചേ, പക്ഷെ 2 ദിവസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതില് ചെറിയൊരു പുളി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മള് പുളി വെള്ളം ഇതിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു പ്രത്യേക സാധനം, പുളി, എരിവ്, പിന്നെ ഉപ്പ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇത്. ഈ പാലക്കാട് സൈഡിലാവുന്നു അല്ലേ അങ്ങനെ പുളി കൂട്ടിയിട്ടുണ്ടൊക്കെ. നമ്മളവിടെ ഞാൻ ഈ ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.